ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, ദൈവം നമ്മെ എന്തിനു സൃഷ്ടിച്ചുവെന്ന് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അതിൻ്റെ യഥാർത്ഥ ഉത്തരം കണ്ടെത്തിയവർ കഷ്ടത നിറഞ്ഞ ഈ ഭൂമിയിൽ നിന്ന് നല്ല വിജയം നേടി നിത്യതയിൽ എത്തിച്ചേരും. എന്താണ് നിത്യതയെന്ന് നാം മനസ്സിലാക്കിയാൽ എല്ലാത്തിനും പരിഹാരമായി. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മിലൂടെ ദൈവം മഹത്വപ്പെടേണ്ടതിനായിട്ടാണ്. സൃഷ്ടികളായി നാം അത് അംഗീകരിച്ചേ മതിയാകൂ. സഭാപ്രസംഗി 3:11 പറയുന്നത് കേൾക്കൂ. അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടന്ത്യം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. മനുഷ്യർക്കായി ദൈവം നിത്യത കരുതിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 4:18 പറയുന്നത്, കാണുന്നതിനെയല്ല കാണാത്തതിനത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഇതെല്ലാം വെറുതെ അങ്ങ് പറഞ്ഞാൽ നാം എങ്ങനെ ഉൾക്കൊള്ളും? ഇതേ രീതിയിൽ ഭൂമിയിൽ ജീവിച്ചവരുണ്ടോ? ഉണ്ട് സഹോദരങ്ങളെ, ധാരാളം പേരുണ്ടെന്ന് ബൈബിൾ പറയുന്നു. അതിൽ ഏതാനും ചിലരുടെ കാര്യമെടുക്കാം. പൂർവ്വപിതാവായ അബ്രാഹത്തിൻ്റെ കാര്യം തന്നെ എടുക്കൂ. വാഗ്ദാനപ്രകാരം ദൈവം ഒരു മകനെ കൊടുത്തു. ആ മകനെ ലാളിച്ച് ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം തനിക്ക് വേണ്ടി മകനെ ബലിയർപ്പിക്കാൻ പറയുന്നു. ആ നിമിഷം നിത്യത ഉൾക്കൊള്ളാത്ത ഒരാളാണെങ്കിൽ അതിന് തയ്യാറാകില്ല, ഉറപ്പ്. ഈ ഭൂമിയിലുള്ള മറ്റെന്തിനേക്കാളും വലുതായി ദൈവം കരുതിയ നിത്യത ഉൾക്കൊണ്ടതിനാൽ അബ്രാഹത്തിന് അത് സാധിച്ചു. ആ പരീക്ഷണത്തിൽ അബ്രാഹാം വിജയിക്കുകയും ചെയ്തു. അടുത്തതായി ദാനിയേൽ. ദിവസവും 3 നേരം പ്രാർത്ഥിച്ച് ദൈവത്തോട് പറ്റിച്ചേർന്ന ദൈവത്തിൻ്റെ പ്രിയ പുരുഷൻ ഒരു നാളിൽ രാജാവ് സിംഹക്കുഴിയിൽ തള്ളിയിടുന്നു. എന്തായിരുന്നിരിക്കും ദാനിയേലിൻ്റെ ഭാവം? എന്തുകൊണ്ട് എനിക്കത് എന്ന് ചിന്തിച്ചിരിക്കുമോ? ഒരിക്കലുമില്ല. ദൈവം കരുതിയ നിത്യതയെ മറ്റെന്തിനേക്കാളേറെ ഉൾക്കൊണ്ടതിനാൽ ധൈര്യപൂർവ്വം ആ സന്ദർഭത്തെ മറികടന്നു. ആ പരീക്ഷണത്തിൽ ദാനിയേൽ വിജയിക്കുകയും ചെയ്തു. ഇനി ജോസഫിൻ്റെ കാര്യമെടുക്കൂ. എന്തെല്ലാം കഷ്ടതകൾ! ഒന്നിലും പതറാതെ അന്ത്യം വരെ നിത്യത ഹൃദയത്തിൽ ഉൾക്കൊണ്ടതിനാൽ എല്ലാത്തിലും വിജയിച്ചു. പിതാവായ ദൈവം ഹൃദയങ്ങളിൽ കൊടുത്ത നിത്യതയിലാണ് അവർ ജീവിച്ചത്. ചുറ്റുമുള്ള പാപികളായ മനുഷ്യരുടെ കൂട്ടത്തിൽ ജീവിച്ചിട്ടും മരണത്തെ പോലും അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴും ആത്യന്തികമായ ആ പ്രത്യാശ, ദൈവത്തോടൊപ്പമുള്ള ആ നിത്യതയെന്ന ഉൾക്കാഴ്ച അവരെ ഫലപ്പെടുത്തി. യേശുവിൻ്റെ വരവോടെ നിത്യത നമുക്ക് എളുപ്പമായി. യോഹന്നാൻ 3:36 പറയുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ഇതൊരു ഭാവി പ്രസ്താവനയല്ല, നമ്മുടെ നിലവിലെ നിലയാണ്. അപ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കാൻ മരണം വരെ കാത്തിരിക്കേണ്ടല്ലോ. യേശുവിനെ വിശ്വസിച്ച് കൽപ്പനകൾ അനുസരിച്ചാൽ മതി. ഈ കാര്യം തന്നെ 1 യോഹന്നാൻ 5:11, 12, 13 വാക്യങ്ങളിൽ ഉറപ്പിക്കുന്നുണ്ട്, കേൾക്കൂ. ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവൻ്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അതിനാൽ സഹോദരങ്ങളെ, നാം നിത്യജീവന് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. കാരണം അത് മരിക്കുമ്പോൾ ആരംഭിക്കുന്ന ഒന്നല്ല, മറിച്ച് ഒരു വ്യക്തി ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് കൽപ്പനകൾ പാലിക്കുന്ന നിമിഷം മുതൽ അത് ആരംഭിക്കുന്നു. അത് നമ്മുടെ ഇപ്പോഴത്തെ സ്വത്താണ്. നാം ദൈവത്തോടൊപ്പം നിത്യതയിലായിരിക്കുന്നതിനാൽ ഈ ജീവിതത്തിലെ കാര്യങ്ങളിൽ വേരുറപ്പിക്കാൻ നാം തയ്യാറാകില്ല. എന്നുവെച്ച് ഈ ലോകത്തിൽ വസ്തുവകകൾ ഉണ്ടാക്കരുത് എന്നൊന്നുമല്ല. നിത്യത ഹൃദയത്തിൽ സൂക്ഷിച്ച് ഈ ലോകത്ത് ജീവിക്കുകയും നടക്കുകയും വേണമെന്നാണ്. യേശുവിൽ നമുക്കുള്ള സന്തോഷവും സമാധാനവും രക്ഷയും ഈ ലോകം നൽകാൻ കഴിയുന്ന എന്തിനേക്കാളും വിലപ്പെട്ടതാണ്. നമ്മുടെ ജീവിതം ഈ യാഥാർത്ഥ്യത്തെ പ്രതിഫലിക്കാൻ കഴിയുന്നതാകട്ടെ. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.